വർഷം 1920. അന്നാ മാളികയിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. എന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന നിധി കൈക്കലാക്കാൻ പാണ്ഡെ എന്ന പ്രമാണി അവിടെ എത്തി. പോകൂ, എല്ലായിടവും നശിപ്പിക്കൂ, ഒരുത്തനെയും വെറുതെ വിടരുത്. അവൻ എങ്ങനെയെങ്കിലും ആ നിധി തട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്ത് വില കൊടുത്തായാലും എനിക്ക് ആ നിധി കിട്ടിയേ പറ്റൂ. പക്ഷേ ആ വീരന്മാർ ആ നിധിയെ അതിനു മുമ്പ് തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ നിധിയുടെ അടുത്തേക്ക് എത്താൻ അവരൊരു ഭൂപടം തന്നെ തയ്യാറാക്കി. പക്ഷേ ഈ പ്രാവശ്യം ദാദാ പാണ്ഡേക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. എല്ലാവരെയും പിടിച്ചുകെട്ടി ചോദ്യം ചെയ്യ. എവിടെയാണ് നിധി? പറയ, എവിടെയാണ്? എവിടെയാണ് നിധി? എവിടെയാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ, വേഗം പറയാൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുകയാണ്, ആ നിധി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിധിയിലേക്കുള്ള വഴി ബാബുറാവുനും ഗൺപത് റാവുനുമാണ് അറിയാവുന്നത്. പാണ്ഡേ, ഈ നാട്ടിലെ ജനങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നിധിയിലേക്കുള്ള വഴി വെളിപ്പെടുത്തുന്ന ഭൂപടം നിനക്ക് ഒരിക്കലും കിട്ടില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിച്ചു കാണിക്ക്. ബാബുറാവു, ഗൺപത് റാവു, നിങ്ങളെ ഞാൻ പിടിക്കുകയും ചെയ്യും, ആ ഭൂപടം ഞാൻ കൈക്കലാക്കുകയും ചെയ്യും. എന്താ നോക്കി നിൽക്കുന്നത്? പിടിക്കവന്മാരെ. പോകുന്നവര് പിടിക്കവരെ. എന്റെ അമ്മേ, ബാബുറാവു നമ്മള് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. ആരോ വരുന്നുണ്ടോ തോന്നുന്നു. നമുക്ക് വാ, പോയി ഒളിക്കാം. ഗൺപത്, ഈ നിധിയുടെ ഭൂപടം ഒരു കാരണവശാലും ദാദയുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. ബാബുറാവു, ഈ നിധി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞതാണ്. അച്ഛൻ ഈ ഭൂപടം കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു വഴി പോലും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അതെന്താ വഴി? അതിങ്ങോട്ട് താ. ഭൂപടം സംരക്ഷിക്കാനുള്ള പോംവഴി ഈ ഞാൻ പറഞ്ഞു തരാം. എടാ, നീ ആ ഭൂപടം കീറിക്കളഞ്ഞോ? ഇനി നമുക്ക് രണ്ടു വഴിക്ക് ഓടാം. ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവന്മാർക്ക് പകുതി ഭൂപടം കിട്ടുള്ളൂ. നമുക്ക് ഈ ഭൂപടം എവിടെയെങ്കിലും ഒളിപ്പിക്കുകയും ചെയ്യാം. എന്ന് ഈ ഭൂപടം ചേർക്കാൻ കഴിയുന്നു അന്ന് നമുക്ക് പോയാൽ നിധിയും എടുക്കാം. മാത്രമല്ല, ആ നിധി കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അതും അച്ഛൻ പറഞ്ഞതാണ്. അയ്യോ, ഈ അച്ഛൻ എന്താ എല്ലാ കാര്യങ്ങളും നിന്നോട് മാത്രം പറഞ്ഞിരുന്നേ? ഈ ശബ്ദം ഇത് എവിടെ നിന്നാണാവോ വരുന്നത്? പോകൂ, പോയി അവിടെ ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. അയ്യോ, എന്താ അത്? ഇനി പ്രഭു തന്നെ പോയി നോക്ക്. ബാബുറാവു, ആ ദാദാ പാണ്ഡെ വരുന്നുണ്ട്. അവരിങ്ങ് വരട്ടെ, ഒരു പണി കൊടുക്കാം. ഈ കൈ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. അയ്യോ, കൊല്ലല്ലേ. അയ്യോ, വിട് വിട്. വേഗം നമുക്ക് രണ്ട് ദിശയിലേക്ക് ഓടാം. ഇടിക്കവുമാരെ, ആ ഭൂപടം എനിക്ക് ഉടൻ തന്നെ കിട്ടണം. എടാ മരത്തലയന്മാരെ, വേഗം ഒന്ന് ഓടിവാ. ഓ എന്റെ അമ്മേ, ഈ പാലെന്താ ഇപ്പൊ ഇങ്ങനെ കണ്ട് വല്ലാണ്ട് കുലുങ്ങുന്നു. അയ്യോ, പാല് എങ്ങനെയിട്ട് കുരുക്കല്ലേ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. തജം തകജം തജം തകജം തജം തകജം.
വേഗം ആവട്ടെ. ദേ അവിടെ നോക്ക്. അതിശയം തന്നെ. യുവമാർ രണ്ടുപേരും ഇത് എങ്ങോട്ടേക്കാ പോയത്? അയ്യോ ദേ നിന്റെ വടിയിലൊരു പാമ്പ്. ഓടിക്കോ. അയ്യോ 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 ആ, അയ്യോ. എന്തുവാടോ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുന്നേ? ആ? പ്രഭു അനങ്ങരുത്. ഇനി അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. ആ ആ അവിടെ തന്നെ അനങ്ങേണ്ടന്നു. അങ്ങനെ 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 തന്നെ. ഹോ. അയ്യോ അയ്യോ എന്നെ കൊന്നേ. എന്റെ തല തന്നെ പൊളിച്ചേ. അയ്യോ ദേ അങ്ങോട്ട് നോക്കി. അവർ ഓടിപ്പോന്നു. നോക്കി നിൽക്കാതെ അവന്മാരെ പോയി പിടിക്ക്. ചേട്ടനെ കിട്ടിക്കഴിഞ്ഞ അനിയൻ തന്നെ താനെ വന്ന് കീഴടങ്ങിക്കോളും. ഇനി ഈ ഭൂപടം പാണ്ഡയ്ക്ക് ഒരിക്കൽ പോലും കിട്ടാൻ പാടില്ല. ഇന്ന് എന്തായാലും നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ദേ നോക്ക്, അവൻ അവിടെയുണ്ട്. ചെന്ന് പിടിക്കവനെ. അടിക്കവനെ. നിനക്കൊക്കെ നാണമില്ല. അവർ ഒരാളേ ഉള്ളൂ, എന്നിട്ടും പോയി അടിവായിക്കൊണ്ട് വന്നിരിക്കുന്നു. പോയി തിരിച്ചടിക്കടാ. ധൈര്യമുണ്ടെങ്കി വാടാ, ഇങ്ങോട്ട് വാ. ഈച്ചകൾ ചാവാൻ സമയത്ത് അതിന്റെ ചിറകുകൾ താനെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും? മര്യാദയ്ക്ക് നിധിയുടെ ഭൂപടം എനിക്ക് താ. പേടിക്കേണ്ട ഗണപത്തെ, ഞാൻ എത്തി. ബാബുറാവ്, എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. എടാ, ഇത് എന്നോടും കൂടി പറഞ്ഞതാ. നിന്നെ എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമെന്ന്. പക്ഷേ നിന്നെ ആര് സംരക്ഷിക്കും? എടാ ബാബുറാവ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, പോയി പിടിക്കവരെ. ഗണപത്തെ, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാ അവന്മാരി ഭൂപടം കൈക്കലാക്കും തീർച്ചയാ. അത് കൊടുക്കാൻ പാടില്ല, അച്ഛൻ പറഞ്ഞിരുന്നതല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഓടേണ്ടി വരും നമുക്ക്. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാ? പുറകിലുള്ള ജനൽ വഴി നമുക്ക് പുറത്തേക്ക് ചാടാം. വാ, അങ്ങോട്ട് പോവാം. ഇത് ഉറങ്ങാനുള്ള സമയമല്ല. കളി അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും ബാബുറാവ്? ഇനി നീയൊക്കെ എങ്ങോട്ട് ഓടും?
ബാബുറാവ്, ജനങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ഈ ഒരു വഴി ഞാനിപ്പോ കാണുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞിരുന്നതാണ്. ആ എടാ പാണ്ഡേ, ഇനി ആ നിധി നിന്റെ കൈവശം ഒരിക്കലും വന്ന് ചേരില്ല. ഇല്ല, ചെല്ല്, വേഗം ചെന്ന് അന്വേഷിക്ക. ആ ഭൂപടം എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്കത് വേണം, എനിക്കത് വേണം. അതിനുശേഷം ഞങ്ങളുടെ മുത്തശ്ശരായ ബാബുറാമിന്റെയും ഗണപതിറാവിന്റെയും ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. So emotional. ബായ്, നല്ല സ്റ്റോറിയാണല്ലോ. ഞാൻ ശരിക്കും അങ്ങ് സെന്റ് ആയി പോയിട്ടാ. അതെ ബായ്. നിങ്ങൾ സിറ്റിയിൽ നിന്നും ഞങ്ങളുടെ ഈ കൊട്ടാരം കാണാൻ വന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങോട്ട് വരൂ. നീ ഞങ്ങളുടെ ഹൃദയത്തിലെ അറബിക്കടലിനുള്ളിൽ ദുഃഖം വിതറി. മൂത്തച്ഛനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു. ആ സങ്കടം വെച്ച് നോക്കുമ്പോ എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. വിനോദയാത്രയുടെ ഭാഗമായി ഞങ്ങൾ ഈ കൊട്ടാരത്തിലേക്ക് വന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ഈ കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു തന്നു. നിങ്ങളുടെ മുത്തശ്ശൻ വലിയ വീരൻ തന്നെയായിരുന്നു അല്ലേ കൊച്ചളിയ? അതെ, പക്ഷെ ആ നിധിയുടെ കാര്യം എന്തായി? ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ആർക്കും അറിയില്ല ഞങ്ങളുടെ പൂർവികർ അത് എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. എന്റെ ഭായ്, നിധി എന്തായാലും അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ലില്ല, പാണ്ഡെ അത് കൈക്കലാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവരത് വേറെ എവിടെയോ ഒളിപ്പിച്ചു. ആ നിധി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അവർ രണ്ടുപേരും വളരെ നല്ലവരായിരുന്നു. സംശയമുണ്ടോ? ബായ്, ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ അവന്മാർ ആത്മാവെന്നൊന്ന് പറഞ്ഞൂടെ ഈ നിധി എവിടെയാണെന്ന്? എടാ, അത് സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ എന്തിനാ ഈ കവിളിന്റെ അടുത്ത് ഇങ്ങനെ പിച്ചുന്നത്? പണ്ട് മുത്തശ്ശൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് ചെയ്ത് ചെയ്ത് എനിക്കും അങ്ങ് ശീലമായി പോയി. നന്നായി മുത്തശ്ശൻ കരണത്തടിക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ അതും ഒരു ശീലമായിട്ട് മാറിയേനെ. നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം ഈ ബംഗ്ലാവിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ മുറികളിലേക്ക് പോയിക്കോളൂ, സാധനങ്ങൾ അവിടെ എത്തിച്ചോളാം. കൊച്ചളിയ, ദേ നീ നോക്കിയേ, അത് നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ? അയ്യോ അല്ലല്ല, അതെന്റെ മുത്തശ്ശന്റെയും അദ്ദേഹത്തിന്റെ അനിയന്റെയും ഫോട്ടോയാണ്. ചേട്ടായി, സെയിം ടു സെയിം ഫേസ് കട്ട് ആണല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനി ഹണിയും പണിയും ബാബുറാമിന്റെയും ഗണപതിറാവിന്റെയും പുനർജന്മം വല്ലതും ആണോ? വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുറികളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് റൂമും ഉപയോഗിക്കാം. ദാ ആ കാണുന്ന മുറിയിൽ മാത്രം കയറരുത്. ഞങ്ങളത് മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ. എന്ത് പറ്റി? വീട്ടില് മ്യൂസിയം ഉണ്ടാക്കി വെച്ചു. അപ്പൊ മ്യൂസിയത്തിലാണ് ഈ വീടിരിക്കുന്നത്. വീടിനകത്താണ് മ്യൂസിയം എങ്കിൽ പിന്നെ എവിടെയാണ് താമസിക്കുക? അയ്യോ, ഇത് അങ്ങനെയുള്ളതല്ല. ആ മുറിയിൽ ഞങ്ങൾ അവരുടെ ആയുധങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വാ വലിയളിയ, നമുക്ക് പോയെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവും, അതിന് ശേഷം നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാം. ആഹാ, ഇത് കൊള്ളാലോ. എന്ത് വലിയൊരു മ്യൂസിയമാ. ഗണപത്റാവ്, ബാബുറാവ്, എന്താ, എന്ത് പറ്റി? ഞങ്ങളെ കണ്ടിങ്ങനെ വിറയ്ക്കുന്ന എന്തിനാണ്? എന്ത് പറ്റി രാമു വലിയച്ഛ? അങ്ങൊന്ന് തിരിച്ചു വന്നു. മുത്തച്ഛന്റെ സാധനങ്ങളൊക്കെ തുടരുതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്തിനാ എടുത്തത്? മോനെ, ഞങ്ങളുടെ ഈ ഉടുപ്പ് ഞങ്ങൾ ഇടാതെ നീ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ ചേട്ടാ? നിങ്ങൾ എന്റെ കവളി പിടിച്ചോ? എന്താണ് പ്രശ്നം? എടാ, പാണ്ഡയുടെ ആൾക്കാർ നമ്മുടെ ബംഗ്ലാവിൽ കടന്നുകൂടിയ നീ കണ്ടില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ തമാശ? അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും രണ്ടും. അത് ശരി, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നമാരെ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടാറില്ല. ഇത് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്.
എടാ അതിന് ഇത് ഞാനല്ലേ പറയാറുള്ളത്. ഇങ്ങോട്ട് വരൂ. നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിന്റെ അച്ഛൻ എന്താ പറയാൻ കഴിയില്ലേ? ഒരുപാട് അച്ഛന്മാരുണ്ട്. അച്ഛൻ പറയുന്നത് മോൻ പറയാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന പോലെ എന്റെ അച്ഛനും ഇങ്ങോട്ട് വരൂ എന്ന് പറയാറുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരൂ. ആര്? ഞാനോ? ഞാൻ വരണോ? ഇതാ ഞാൻ ദേ വന്നിരിക്കുന്നു. എടാ ഇവർക്ക് എവിടെന്നാണ് ഇത്രയും ബലം കിട്ടിയത്? ഒരുപക്ഷെ രണ്ടുപേർക്കകത്ത് പ്രേതം കയറിയിട്ടുണ്ടാവോ? ഹണി ഇതെന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. എടാ ഞാനിപ്പോ കാണുന്നത് സ്വപ്നമാണോ? നിങ്ങൾ നിങ്ങളുടെ മാഡത്തോട് ബായ് പറയുകയാണോ? അടികൈ. ഡോക്ടർ ബാലു എഴുന്നേൽക്ക്. ഹണി കുടുങ്ങിപ്പോയി. ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കൂ ഈ ബാലു ഡോക്ടറെ. ഞാൻ അമർന്നുപോയി. എടാ കഴിഞ്ഞോ നിന്റെയൊക്കെ നാടകം? എന്തോന്ന് നാടകം? ഞാൻ പപ്പടമായി പോയേ. അല്ല കൊച്ചളിയ, നമ്മൾ എന്തിനാ ഈ ഉടുപ്പൊക്കെ എടുത്തിട്ടിരിക്കുന്നത് ഇപ്പോ? നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ നേടിയത്? ഞങ്ങളുടെ അതിഥികളായി പോയി അല്ലേ അടിച്ച് പുറത്താക്കിയേനെ. എടാ ചെറുക്ക, മുതിർന്നവരോട് നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറാറുള്ളത്? അച്ഛൻ പറയാറുണ്ടായിരുന്നു. ഓയ് ഇപ്പൊ രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാലേ രണ്ടും നേരെയാവും. അയ്യോ തമാശയൊക്കെ ഓക്കെ എന്ന് വെച്ച് ഇങ്ങനെ എന്തിനാ തല്ലുന്നത്? മര്യാദക്ക് ഞങ്ങളുടെ ഈ ബംഗ്ലാവ് വിട്ട് പോയില്ലെങ്കിൽ മുട്ടുകാല് തല്ലിയൊടിക്കും. അച്ഛൻ പറയാറുണ്ടായിരുന്നതാ. ഇങ്ങോട്ട് വരൂ. എന്തായിരുന്നു അച്ഛൻ പറഞ്ഞത്? അച്ഛൻ നിങ്ങളുടെ മുട്ടുകാൽ ഒടിക്കുന്നോ അതോ ഞങ്ങളുടെ മുട്ടുകാൽ തല്ലി ഒടിക്കുന്നോ? കൺഫ്യൂഷന്റെ കൂട്ടിൽ നിന്നും പുറത്തു വരൂ. എന്നിട്ട് പറയൂ ആക്ച്വലി എന്താ പറഞ്ഞിരുന്നത്? നിക്ക്, നിങ്ങളെ ഇപ്പോ തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കാം. എന്ത് ശാന്തവനാ പറയുന്നത്? ധനിയ നീ ഇതിൽ ഇടപെടണ്ട, മാറി നിക്ക്. ധനിയാന്നോ? വല്യച്ഛനെ ധനിയാന്ന് വിളിച്ചിരുന്നത് വലിയ മുത്തശ്ശനും പിന്നെ കൊച്ചു മുത്തശ്ശനും ആയിരുന്നില്ലേ? എടാ ചെറുക്ക, നീ അവിടെ മിണ്ടാതെ നിക്കുന്നുണ്ടോ? ഓ ഗോഡ്, അപ്പൊ ഇതിന്റെ അർത്ഥം ഹണിയിലും പണിയിലും മരിച്ചുപോയവരുടെ ആത്മാവുണ്ടെന്നാണോ? അയ്യോ മുത്തശ്ശ, അവരെ വെറുതെ വിട്ടേക്ക്. ഇത് വിരുന്നുകാരാണ്. ദൈവത്തെ ഓർത്ത് വിട്ടേക്ക്. അതിഥിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ സംസ്കാരം അന്തസ്തും നമ്മുടെ അന്തസ്തും തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ. ബോയ് ഈ സംസ്കാരം എന്ന് വെച്ചാ എന്താ? എന്തുവാടാ നിനക്കത് അറിയില്ലേ? ഈ സംസ്കാരം എന്ന് പറഞ്ഞാ അതൊരു ഇതാണ്. ഏതാണ്? എല്ലാ ഭാഷയും ഒത്തിണങ്ങിയതാണ്. എനിക്കാണെങ്കിൽ എല്ലാ ഭാഷയും അറിയാം. ഇവന്മാരെ ഇപ്പൊ വിട്ടേക്ക്. നമുക്കിപ്പോ പോയി നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. എന്നാ ശരി, വാ. അല്ല, ഈ പെട്ടി ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? എടാ ബാബുറാമേ, ഇങ്ങനെ ഒരു പെട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മേ, അങ്ങോട്ട് നോക്കിയേ ബാബുറാവ്, ആ പെട്ടിക്കുള്ളിൽ 3 പേരെ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാ പിന്നെ ആ പെട്ടി പൊളിച്ച് അവരെ നമുക്ക് പുറത്തിറക്കാം. അയ്യോ നിക്ക് മുത്തശ്ശ. അയ്യോ മുത്തശ്ശന് എന്തായി ചെയ്യാൻ പോന്നേ? വിയർത്തൊഴുകുന്ന ഇത് ചൂടുകാലമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ടിവിയാണ്. അടികൈ. അതെ മുത്തശ്ശ, നിങ്ങളുടെ കാലത്ത് ബൈക്കിന് പകരം കുതിരവണ്ടി ആയിരുന്നില്ലേ? ഇത് ഏകദേശം അതുപോലെയാ. ഇപ്പൊ ഇത് എല്ലാ വീടുകളിലും ഉണ്ട്. ദാ ഈ കറങ്ങുന്ന ഫാൻ കണ്ടില്ലേ? അതുപോലെ തന്നെ ദാ ഈ AC. അത് ശരി. അത് ശരിയെന്നല്ല, അതാണ് AC, എയർ കണ്ടീഷണർ. സംശയമുണ്ടോ? ഈ ചൂടത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ടല്ലോ. എല്ലാം മാറിയത് കണ്ടില്ലേ ഗൺപത്രാവു? അതെ, അച്ഛൻ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു എല്ലാം മാറി മറിയുമെന്ന്. എല്ലാത്തിനും മാറ്റം വരാം, പക്ഷെ സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും മാറ്റം വരാൻ പാടില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞായിരുന്നോ? അല്ല, ഇത് ഞാനാ പറയുന്നത്. ദാ ഇവരുടെയൊക്കെ വസ്ത്രം കണ്ടില്ലേ? മുണ്ടും കുപ്പായം അല്ലേ വേണ്ടിയിരുന്നത്? ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല. സാരി ഉടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അടികൈ. പുറത്തിറങ്ങി നോക്കേണ്ടി വരും. നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ആചാരവും അനുഷ്ഠാനവും ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന്. വാ, നമുക്ക് വേഗം തയ്യാറായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാം. എടാ ബാബുറാവു, ഇത്രയും നാളുകൾക്ക് ശേഷം ഈ കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ എന്താ ഒരു രസം. എങ്ങോട്ട് വരൂ. അല്ല, ഫോണിൽ കൂടെ എങ്ങനെ വരാനാ? അവിടെ തന്നെ നിൽക്ക്, എന്നിട്ട് കേക്ക്. ഈ സമയം ഞാൻ പുറത്ത് കറങ്ങാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ലോൺ തരാൻ പറ്റില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് എനിക്ക് ലോൺ തരാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് ലോണിന്റെ ആവശ്യമേ ഇല്ല. മനസ്സിലായോ? ബാബുറാവു കണ്ടില്ലേ, ഇയാളൊരു മന്ത്രവാദിയാണ്. ശൂന്യതയിൽ ആത്മാക്കളോട് സംസാരിക്കുന്ന കേട്ടില്ലായിരുന്നോ? എന്നാ പിന്നെ ഇവനെ വെറുതെ വിടരുത്. അതെ, ഇത് മൊബൈലാണ്. ഇതിലൂടെ ദൂരെയുള്ള ആരോട് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ആൾ അടുത്തുണ്ടെങ്കിലോ? എന്നാലും സംസാരിക്കാൻ പറ്റും. ഇതേതായാലും കൊള്ളാം. ഇത് ഞങ്ങൾ വെച്ചേക്കാം. പറയേ, തനിക്ക് ഞങ്ങളുടെ കൈ കൊണ്ട് ചാവണക്കളവാ. എഴുതേക്കടോ, മര്യാദക്ക് അല്ലെങ്കിൽ തന്നെ കൈയും കാലും ഓടിച്ച് മൂലക്കിടും പറഞ്ഞേക്കാം.
പാണ്ഡേ ചാവട്ടിക്കൂട്ടി ഞാൻ പുഴയിലേക്ക് എറിയും. സാധനങ്ങൾ എടുത്തോട്ട് വാ. മുത്തശ്ശ ഇത് ദാദാ പാണ്ഡെ അല്ല, അയാളുടെ കൊച്ചുമോൻ ടെങ്കുവാണ്. ഗുണ്ടായുസം കാണിച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അത് മാത്രമല്ല കാശൊക്കെ പിടിച്ചു പറിച്ച് വാങ്ങുകയും ചെയ്യും. വേഗാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടിക്കൂട്ടി എല്ലാത്തിനെയും കാട്ടിൽ കളയും. മിക്കവാറും ഇവരെ ഞാൻ തന്നെ ചവിട്ടി കൂട്ടും. എവിടെ എവിടെ എന്റെ മാസപ്പിരിവ്? അയ്യോ. അയ്യോ, ഇത് ബാബുറാവിന്റെയും ഗണപതിറാവിന്റെയും പ്രേതമാണല്ലോ. ഓടിക്കോ. എന്നെ അടിച്ചോലേ. എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി കാട്ടിക്കളയും. കാട്ടിക്കളയോ നീ? എന്നാ പിടിച്ചോ. അതെ, ചവിട്ടിക്കൂട്ടി ഞാൻ കാട്ടിക്കളയും. അതിന്റെ പ്രേതത്തിനെ എങ്ങനെ ചവിട്ടിക്കൂട്ടാനാ? എന്നെ പഠിപ്പിക്കുന്നോ? പോടാ, പോയോമാരെ പിടിക്ക്. അടിക്ക്. ബാബുറാവ്, ഇവനെയും നമുക്ക് മുകളിലോട്ട് വിടാല്ലേ? ഈ ഗ്രാമം വളരെ മനോഹരമാണ്. ഇന്ന് ഇവന്മാരുടെ കാര്യം പോക്കാണ്. അടി കൈ. കൊച്ചളിയ, ഈ പാവങ്ങളെ ശരിക്കും തല്ലിയിട്ടുണ്ട്. അതെ, പക്ഷെ തല്ലിയത് ആരാണ്? നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി കാട്ടിക്കളയും. പണ്ട് ഞാൻ കളിച്ചിരുന്നു കണ്ണുപൊത്തി കളി. ആത്മാവ് വന്നു പോകുന്നു. ഇതെന്താ ചുറ്റിക്കളി? അതെ, ഞാനും ഒരു പ്രാവശ്യം അത് ശ്രദ്ധിച്ചതാണ്. ക്ലോക്കിൽ മണി മുഴങ്ങുന്ന സമയത്ത് ആത്മാവ് ശരീരത്തിൽ കയറുന്നു. പിന്നീട് ആരെങ്കിലും കൈയടിക്കുകയാണെങ്കിൽ ആത്മാവ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരൂ. മണിയും കൈയടിയും ആത്മാവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഞാനാകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. എനിക്കും അറിയില്ല, പക്ഷെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യേണ്ടി വരും. ഇതിന്റെ പുറകിൽ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അടി കൈ. കൊച്ചളിയ, ഇവന്മാര് നമ്മളെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. ഇനി എപ്പോ താഴെന്ന് അറിയില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? വേഗം താഴെ ഇറക്ക്. ഡിസ്കോയും ഡാൻസും ഒക്കെ ഇപ്പൊ ഫോർമലാണ്. ഇതാ ഇപ്പൊ ഇവർ നോർമലാണ്. ആ, ഇനി മണിയൊന്ന് അടിച്ചു നോക്കിക്കേ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ദാ കണ്ടില്ലേ, ആത്മാക്കൾ വീണ്ടും തിരിച്ചു വന്നു. നമ്മളെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ് ഇവരെ. ഇവരെ നമ്മൾ തീർച്ചയായും സൽക്കരിക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഘോഷിക്കണം. ആഹാ, കൊള്ളാലോ ബാബു. ഈ സംഭവം കേമം തന്നെ. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെയാ പറഞ്ഞിരുന്നത്? അച്ഛന്റെ സമയത്ത് ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത് നല്ല സാധനമാണെന്നാണ്. അതും ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ അച്ഛൻ എന്താ പറഞ്ഞിരുന്നത്? നല്ല സാധനങ്ങൾ നാട്ടിൽ എല്ലാവരുടെയും കയ്യിൽ വേണമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. അത് തികച്ചും സത്യമാണ്. പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, നിങ്ങളെല്ലാവരും ദാ ഈ സാധനം വാങ്ങണം. ഈ അങ്ങുന്ന് എന്തായി പറയുന്നേ? അയ്യോ എന്റെ പൊന്നെ അങ്ങുന്നേ, ആഹാരം കഴിക്കാൻ പോലും കാശില്ല. അപ്പൊ പിന്നെ മൊബൈൽ എങ്ങനെ മേടിക്കും? നമ്മുടെ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യമോ? അതെ അങ്ങുന്നേ, ഞങ്ങളുടെ കയ്യിൽ കൃഷിയിടങ്ങളിൽ വിത്ത് വിതയ്ക്കാനുള്ള കാശ് പോലും ഇല്ല. അല്ല, നിങ്ങൾ എന്തായി പറയുന്നേ?
ആരുടെയും കയ്യിൽ ഒരു 10 പൈസ പോലും ഇല്ല അങ്ങുന്നേ. ഗൺപത്, ഇനി ക്ഷമിക്കാൻ വയ്യ. നമുക്ക് നാളെ തന്നെ ആ ഭൂപടം എടുത്ത് നിധി അന്വേഷിച്ച് പോണം. എന്നിട്ട് ആ നിധി എടുത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കണം. ഓഹോ, ഇത് കേട്ട് കഴിഞ്ഞാൽ ടിങ്കുവിന് വളരെ സന്തോഷമാകും. മുതലാളി, കേട്ടതൊക്കെ സത്യമാണ്. ആ, നമ്മൾ കണ്ടത് ബാബുറാവും ഗണപതിറാവും തന്നെയാണ്. ചാവൂട്ടിക്കുട്ടി ഞാൻ കാട്ടിലെറിയും. ഇത് സ്ഥിരം ഡയലോഗ് അല്ലേ, പുതിയതൊന്നുമില്ല മുതലാളി. അഹങ്കാരം പറയുന്നോടോ മാങ്ങാത്തലയാ. ഇനി അങ്ങോട്ട് എന്റെ മുത്തച്ഛൻ ദാദാപ്പാണ്ടയുടെ സ്വപ്നം സഫലമാകും. ആ നിധിയിലേക്കുള്ള ഭൂപടം എവിടെയാണെന്ന് ഞാൻ അവരിൽ നിന്നും തന്നെ കണ്ടുപിടിക്കും. അവർ രണ്ടുപേരും കൂടി ആ നിധി ഗ്രാമവാസികൾക്ക് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനെന്താ, വാക്ക് കൊടുത്തോട്ടെ. വാക്കല്ലേ കൊടുത്തോട്ടെ. പക്ഷെ ആ നിധി നമ്മൾ തന്നെ അടിച്ചു മാറ്റും. നാളെ രാവിലെ തന്നെ അവരും അവരുടെ ആൾക്കാരും ചേർന്ന് ഒളിപ്പിച്ചിരിക്കുന്ന ആ പഴയ ഭൂപടം തെരയാനായിട്ട് പോവാണ്. എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ നമ്മൾ അവരെ പിന്തുടരും. അവർക്ക് ആ ഭൂപടം കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിരിക്കും. ആ ഭൂപടം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. മുത്തശ്ശ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഭൂപടം ഇവിടെയൊക്കെ എന്തിനാ കൊണ്ട് വെച്ചത്? എടാ, അത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു. ചേട്ടായി, എനിക്കൊരു സംശയം. ഇവരുടെ അച്ഛൻ ആ ഭൂപടം ഇത്രയും ദൂരം കൊണ്ടുവന്ന് വെക്കണമെന്ന് എന്തിനാണ് പറഞ്ഞത്? അതും ഇവനോടായിരിക്കും പറഞ്ഞത്. എന്നോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ആ ഭൂപടം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെ, ഞാനും. അതെ, എവിടെയാ ഒളിപ്പിച്ചത്? ഇനി എത്ര ദൂരം നടക്കണം? എന്റെ പിള്ളേരെ നടക്ക് കുറച്ചുകൂടി ഉള്ളന്നേ. ആദ്യം ഞാൻ തന്നെ പോകാം. എടാ, ഇനി എത്ര ദൂരം ഉണ്ടോ ആവോ? അയ്യോ. ഓ, രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ മുഖത്തിലേക്ക് തുപ്പിയല്ലേ. ചവട്ടിക്കൂട്ടി ഞാൻ കാട്ടിലേക്ക് കളയും. ആ അമ്പലത്തിന്റെ അടുത്ത് എവിടെയോ ആണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ആഹാ, ഞാനും ആ അമ്പലത്തിന്റെ അടുത്ത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാ വേഗം വാ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഭൂപടം ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി. ഭൂപടം പിന്നെ നിധി, അത് രണ്ടും ഞാൻ തന്നെ സ്വന്തമാക്കും. അതെ, ഈ അമ്പലം തന്നെയായിരുന്നു അത്. ആ ഭൂപടം ഇവിടെ എവിടെയെങ്കിലും കാണും. അത് ഞാൻ എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? വെള്ളത്തിലുണ്ടാവുന്ന കുമിളകൾ പൊട്ടും. ഇനി ആ ഭൂപടം കിട്ടും. അടികൈ. അല്ല, നമ്മളിതിപ്പോ എവിടെയാ? കൊച്ചളിയാ, ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കോ. ആ, റെഡി, സ്മൈൽ. ഇനി നെക്സ്റ്റ്. പൂവാലി പശുവിന്റെ പാല് കറന്നു. ഇവരെല്ലാം ദേ വീണ്ടും മറന്നു. അടികൈ. അയ്യോ വേണ്ട, കൈയടിക്കണ്ട. ഇനിയാ മണിയടിക്കേ. സ്മൈൽ. ഗൺപത്രാവു, എടാ ഭൂപടം എവിടെ? അല്ല, ഞാനത് ഇവിടെ തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഈ സ്ഥലമാണെങ്കിൽ ഒരുപാടങ്ങ് മാറിപ്പോയല്ലോ. അയ്യോ, എനിക്ക് ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു. ഭൂപടം ഞാൻ കിണറിലാണ് ഒളിപ്പിച്ചത്. പക്ഷെ കിണർ ഇവിടെ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാനാണെങ്കിൽ മരത്തിലാണ് ഒളിപ്പിച്ചത്. ദേ, ഇവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങളും വളർന്നു വന്നു. അല്ല, അതെന്താ ഹാൻഡ് പമ്പോ? ദാ നോക്കൂ, ഒരു ഹാൻഡ് പമ്പ്. ചിലപ്പോ ആ കിണറിന് മുകളിലായിരിക്കും ആ ഹാൻഡ് പമ്പ് വെച്ചിരിക്കുന്നത്. സംശയമുണ്ടോ? എന്നാ നിങ്ങൾ കിണറിനെ അന്വേഷിക്കേ, ഞങ്ങൾ മരത്തിനെ അന്വേഷിക്കാം. വേഗം വാ, നമുക്ക് പോയ ഭൂപടം അന്വേഷിക്കാം. ദേ, അത് കണ്ടോ? വേഗാവട്ടെ, എല്ലാരും കൂടി ചേർന്ന് ഇവിടുത്തെ മണ്ണ് മാറ്റ്. കുഴിക്കേ, നന്നായിട്ട് കുഴിക്കേ. വേഗാവട്ടെ, ആഞ്ഞു കുഴിക്കേ. വേഗം, നന്നായിട്ട് കുഴിക്കേ. എനിക്ക് ആ ഭൂപടം കിട്ടിയേ പറ്റൂ. അല്ല, ഇതിലേതായിരുന്നു ആ മരം? ആ മരം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. ആ, ദേ നിൽക്കുന്നു.
ആ മരം കണ്ടുപിടിച്ചേ. ഇപ്പൊ തന്നെ ആ ഭൂപടം ഞാൻ എടുത്തോണ്ട് വരാം. ആഹാ, ദേ ഇരിക്കുന്നു എന്റെ ഭൂപടം. ഏ? ഏ? മുത്തശ്ശന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണം. എടാ കിട്ടി, ഭൂപടം കിട്ടി. മിക്കവാറും ഇവിടെ കാണണം. മുട്ടയോ? ഇവിടെയും ഇല്ല. എന്നാലും ഏത് മരത്തിലായിരുന്നു അത്? ഭൂപടം കിട്ടി. ഗൺപത് ബാബു, ഭൂപടം കിട്ടി. ദാ എനിക്കും കിട്ടി. വാ, ഇതിനെ ഒന്നാക്കാം. വരൂ, നമുക്കിനി ആ നിധി അന്വേഷിക്കാം. ഈ ഭൂപടം വെച്ച് നോക്കുമ്പോ ദേ ആ ദിശയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. വാ പോകാം. മുത്തശ്ശ വരൂ, നമുക്ക് വേഗം അക്കരയ്ക്ക് പോകാം. ഒന്ന് ക്ഷമിക്കും മോനെ, ഇവിടെ തീർച്ചയായും എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടാവും. മുത്തശ്ശ, എന്റെ അമ്മോ, ഇതിന് മാത്രം മുതലകളോ? ഇവരെയൊക്കെ മറികടന്നോണ്ട് നമ്മൾ എങ്ങനെ അപ്പുറത്തെത്തുക? അതോർത്ത് നീ പേടിക്കണ്ട മോനെ. ഓരോരുത്തരായി കയറിലൂടെ അപ്പുറത്ത് എത്തണം. തോത്താറാമും പോപ്പട്ടും നിങ്ങൾ ഞങ്ങളുടെ കൊച്ചുമോനെയും കൊണ്ട് അപ്പുറത്തെത്തണം. മുത്തശ്ശ, എന്നെ ഈ മുതലേന്ന് രക്ഷിക്കേ. അയ്യോ മോനെ, എന്ത് വൃത്തിയുടെ നാറ്റം അവിടെ. ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്ക്. അയ്യോ, അയ്യോ, ചടിക്കോ. ഇനി അടുത്തത് എന്റെ ഊഴമാണ്. മുളവടി ഐഡിയ. ഞാൻ ലോങ് ജമ്പിൽ ചാമ്പ്യൻ ആയിരുന്നു. അയ്യോ, എന്നെ തിന്നലേ, എന്നെ തിന്നലേ. ഞാൻ ദാ ഇവിടെ എത്തി.
വരൂ മുത്തശ്ശ, നമുക്ക് മുമ്പോട്ട് പോവാം. ആഹാ കൊള്ളാം ബോസ്. ആഹാ നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ഓരോരുത്തരായി പതുക്കെ അപ്പുറത്തേക്ക് പോകണം. ഞങ്ങൾ രണ്ടുപേരും പുറകെ തന്നെ ഉണ്ടാവും. സൂക്ഷിച്ചൊക്കെ പോണേ കൂട്ടുകാരേ. വേഗമാകട്ടെ, നേരെ എന്നെ പൊക്കോളൂ. വേഗം വേഗം ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ബാബുറാവ് സൂക്ഷിച്ചേ. നമുക്ക് ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. വരൂ ഗൺപത്. ഓട്, വേഗത്തിൽ വേഗത്തിൽ ഓട്. രക്ഷിക്കണേ ഗൺപത്. മുത്തശ്ശ, വേഗം ഈ കയർ പിടിച്ചോ. കയറ് മുകളിലേക്ക് വലിക്കേ. നമ്മൾ അവസാനത്തെ പരീക്ഷണ ഘട്ടവും കടന്നു. വരൂ, ഇനി മുമ്പോട്ട് പോവാം. ഇത്രയും വലിയ കൊക്കയോ? നിക്ക്, ഞങ്ങൾ വരുന്നു. ബോസ്, ഞാനും വരുന്നു. കഴുതകളെ എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ബോസ്, രക്ഷിക്കണേ. എന്റെ അമ്മോ, ഈ കല്ലുകളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണല്ലോ. രക്ഷിക്കണേ. നിങ്ങളെ പോലുള്ള കഴുതകളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനേ പാടില്ല. എന്റെ അമ്മ രക്ഷപ്പെട്ടു. താങ്ക് യു ബോസ്. വരൂ, വേഗം വരൂ. നമ്മൾ നിധിയുടെ അടുത്ത് എത്താറായി. അല്ല, ഇതെന്താ? കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി. നമ്മൾ ഇതാ പഴയ സ്ഥലത്ത് തന്നെ എത്തിപ്പോയി. അടി കൈ. വേണ്ട വേണ്ട, കൈയടിക്കണ്ട. നിങ്ങൾ കൈയടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആത്മാവ് തിരിച്ചു പോകും. പിന്നെ മണിയടിച്ച ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരണം. മണിയും കൈ ഒരുമിച്ച് അടിച്ചാ പിന്നെ ആ നിധി എങ്ങനെ അന്വേഷിക്കും? ഷേടാ, നമ്മൾ നിധിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാണോ അതോ വഴക്കടിക്കാൻ പോവാണോ? ഭൂപടത്തിലെ അടയാളം വെച്ച് നോക്കുമ്പോ ആ നിധി ഇവിടെ തന്നെ കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികരുടെ നിധി ഈ അമ്പലത്തിൽ തന്നെ ഉണ്ട്. വരൂ, നമുക്ക് അകത്ത് പോയി നോക്കാം. ഇവിടെ എവിടെയായിരിക്കാം നിധിയുള്ളത്? വരൂ, നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കാം. എവിടെയായിരിക്കും ആ നിധി? ഈ വിഗ്രഹത്തിന്റെ പുറകിലെങ്ങാനും. ആ നിധി എവിടെയാണാവോ? ഈ വിഗ്രഹത്തിന്റെ താഴെ നോക്കാം. ഓ വേണ്ട, വിട്ടേക്കാം. ഇത്രയും കഷ്ടപ്പെട്ടതിന് ശേഷവും ആ നിധി കിട്ടിയില്ല. നിധി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമവാസികളുടെ അവസ്ഥ എന്താവും?
ഓർമ്മ വന്നു. ഹേ, ഞങ്ങൾ ആ നിധി ഈ മൂർത്തിയുടെ താഴെയാണ് ഒളിപ്പിച്ചിരുന്നത്. മഴ പെയ്തു, മാനം തെളിഞ്ഞു, നമുക്ക് ആ നിധി കിട്ടിക്കഴിഞ്ഞു. അടികൈ. മര്യാദയ്ക്ക് ആ നിധി തരുന്നതാണ് നല്ലത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവന്മാരുടെ കയ്യിൽ നിന്ന് ആ നിധി പിടിച്ച് വാങ്ങിക്കേ. ഗൺപത് എനിക്ക് നിധി കിട്ടിയല്ലോ. അയ്യേ, നിന്റെ പാന്റ് കീറിയിരിക്കുകയാണല്ലോ. എവിടെയാണ്? അയ്യ, അവനെ പിടിക്കേ. ഇതാ ഇവിടെ ഇവിടെ എനിക്കിതാ. സാമ്പാറിൽ കായമിട്ടൽ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളുടെ കാര്യം ഇന്ന് പോക്കാണ്. അടികൈ. നിങ്ങൾ എന്തിനാ കൈയടിക്കാൻ പോയത്? കണ്ടില്ലേ ഇപ്പൊ അവരുടെ ഉള്ളിൽ ആത്മാവ് പോയത്? അത് ശരി, അപ്പൊ ഇതായിരുന്നു അല്ലേ കാര്യം? എടാ ചവിട്ടിക്കൂട്ടി ഞാൻ കാട്ടിക്കളയും, പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് എന്തിനാ ചവിട്ടിക്കൂട്ടുന്നേ? ഇവിടെ കഴുത അയാൾ നമ്മളെ ചവിട്ട് കൂട്ടുന്ന കാര്യോ പറഞ്ഞേ. ആ എനിക്ക് വേണം ഇനി ആ നിധി. എങ്ങോട്ടാ ഓടുന്നേ? എന്റേതാ നിധി. നിക്ക്, എനിക്ക് വേണത്. വേഗം പോയി അമ്പലത്തിലെ മണിയടിക്കൂ. വേഗം ചെല്ലൂ. ഇനി യുവമാരുടെ കാര്യം ഞാൻ ഏറ്റു. ഹേയ്. പിടിച്ചോ. അടി ഗൺപത്തെ, അടിക്ക്. എങ്ങോട്ടാ ഓടുന്നേ? നിൽക്കാനാ പറഞ്ഞത്. നിന്നെ ഞാൻ വിടില്ല. എവിടെയാ പോയത്? നിധി വേണോ നിനക്ക്? ഇതാ പിടിച്ചോ. അയ്യോ, നിന്നെ ഞാൻ- ഓ. അയ്യോ. വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ നിധി. ബാബുറാവു, ഞാൻ പിടിക്കാം. വന്ന് പോടാ അവിടെ. ഈ നിധി ഇങ്ങ് തിരിച്ചതാ. ഇത് ഞങ്ങളുടേതാണ്. തിരിച്ചു തരാനാ പറഞ്ഞേ. ഈ നിധി ഞാൻ തന്നെ സ്വന്തമാക്കും. അയ്യോ, ആണോ? എന്നാ ഈ നിധി ഒന്ന് എടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇന്നാ പിടിച്ചോ. മുത്തശ്ശ, എന്റെ അടുത്താണ് കളിയല്ലേ? എന്താ നിധി വേണോ? എന്നാ വന്ന് മേടിച്ചോ. അയ്യോ മുത്തശ്ശ. ഇനി ഈ നിധി എന്റേതാണ്. എന്റെ കാലടിച്ചോടിച്ചേ. എടാ, ഇതിനുള്ള പണി നിനക്ക് ഞാൻ തരാം. മുത്തശ്ശ. മോനെ, ടിങ്കു, ഞങ്ങളുടെ കൊച്ചുമോന്റെ നേരെ നീ കൈ ഉയർത്തിയല്ലേ? നിന്റെ കാര്യം പോക്കാം. നിധി വേണമല്ലേ നിനക്ക്? ദാ പിടിച്ചോ.
ഇനി നമ്മുടെ ഗ്രാമവും സമ്പന്നമാകും. ഇല്ല മഹേഷ്, ഇത് സർക്കാരിന് ചെന്ന് ചേരേണ്ടതാണ്. അതെ, ബണി പറയുന്നത് സത്യം തന്നെയാണ്. അല്ല, ഇത് ഞങ്ങളുടേതാണ്. മക്കിയ ഇവര് പറയുന്നത് ശരിയാണ്. അവര് പറയുന്നത് അനുസരിക്ക്. ആഹാ, മണി മുടങ്ങാതെ ആത്മാവ് വന്നല്ലോ. സംശയമുണ്ടോ? ഏത് ആത്മാവ്? ഞാൻ ഹണി തന്നെയാണ്. കാര്യങ്ങൾ എന്തായാലും ഭംഗിയായി തന്നെ അവസാനിച്ചല്ലോ. എനിക്കത് മതി. ഈഷ്, നിങ്ങളുടെ കയ്യിലുള്ള നിധിയുടെ വില 200 കോടിയാണ്. അതിൽ നിന്ന് 20%, അതായത് 40 കോടി നമ്മുടെ മങ്കേഷിന് ലഭിക്കുന്നതാണ്. വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾ ആ 40 കോടിയിൽ നിന്ന് 20% ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് നൽകും. അതായത് മുഴുവൻ കാശും ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവാക്കുമെന്നാ പറഞ്ഞേ. ബാബുറാവു, ജയിക്കട്ടെ. ബാബുറാവ് സർ, ഗണപത് റാവു സർ, നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ പൂർത്തിയായില്ലേ? നിങ്ങളുടെ നാടിപ്പോൾ സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ്. ഇപ്പോൾ നിങ്ങൾക്കും മുക്തി നേടാൻ സമയമായിരിക്കുന്നു. അല്ല, അതിന് ഞങ്ങള് മുക്തരാണല്ലോ. ഞങ്ങളാരും പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ആത്മാവിന് മുക്തി കിട്ടേണ്ട സമയമായി എന്നാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല. സത്യമാണ് പറഞ്ഞത്. ഗൺപത്, വാ നമുക്ക് തിരിച്ചു പോകാം. വേഗം വാ. അല്ല, അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. രണ്ടു ദിവസം കൊണ്ട് തലയാകെ ചൂടായി. എന്തായാലും സാരമില്ല, ഇപ്പൊ എല്ലാം ശരിയായി. അടികൈ. കാട്ടില് ക്യാമ്പിംഗ് ചെയ്യുന്നത് ഒരു നല്ല സംഭവം തന്നെയാണ്. അതെ, ശരിക്കും അടിപൊളിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാലേ ശരിയാവൂ. നേരെ ഇരുട്ടി തുടങ്ങി. പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിലേ നമ്മളെ കാണാതെ മേട ആകെ വിഷമിക്കും. അതെ ബായ്, 5th ഗിയർ ഇടാ, എന്നിട്ട് വണ്ടി ഓടിക്ക. എടാ ബണ്ണി, നീ ഏത് വഴിയാടാ വണ്ടി ഓടിക്കുന്നത്? പക്ഷേ ഈ ബണ്ണി വളച്ച ടേണിങ് ശരിയല്ല. ടേണിംഗ് ഒന്നും ആയില്ലല്ലോ. എന്റെ പച്ചേ, ഇത്രയും വലിയ ക്യാമ്പിങ്ങിന് ശേഷം ഈ ജമ്പിങ് എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. അതെ, നല്ലൊരു ട്രിപ്പ് പോയതിന്റെ സന്തോഷത്തിൽ തിരിച്ചു വരുമായിരുന്നു. നല്ല റിലാക്സേഷൻ ഉണ്ടാവുമായിരുന്നു. എല്ലാം ഈ വൃത്തിയായിട്ട വഴി കൂടെ ഓടിച്ച് ആകെ മൊത്തത്തിൽ കുളമായി. സംശയമുണ്ടോ? നല്ലൊരു അവധിക്കാലം ആവശ്യ മലയെന്ന് വരികയായിരുന്നു. അവസാനം നീ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഞാൻ രത്തൻഹാട്ടയോട് ചോദിച്ച് കൺഫേം ആക്കിയിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് ഇത് തന്നെയാണ്. അവൻ അവന്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി തന്നെ അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വഴി അവൻ ഓർത്ത് വയ്ക്കുക? അയ്യോ, സോറി ചേട്ടാ. കൊച്ചലെ, വണ്ടി നിർത്ത്. ജോർദാർ പറന്നുപോയി. ജോർദാറേ, നീ എവിടെയാണ്? ജോർദാറേ, തെറിച്ചെങ്ങോട്ടാ നീ പറന്നു പോയത്? ജോർദാറേ, നിനക്ക് കുഴപ്പമില്ലല്ലോ. നീ എവിടെയാണ്? ചേട്ടാ, ജോർദാറിന്റെ ഗിൽറ്റ് തീർന്നു. തെറിച്ചു പോയ ആള് പിന്നെ തിരിച്ചു വന്നില്ല. അത് ഗിൽറ്റി അല്ലടാ, ഗ്രാവിറ്റി എന്നാ പറയാറ്. എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിയുന്നോണ്ട് ആരും ഒരിക്കലും ജ്ഞാനിയാവില്ല. ഗ്രാവിറ്റി പഞ്ചസാരയൊന്നും അല്ല, പെട്ടെന്ന് തീർന്നു പോവാൻ. ഞാൻ ഇവിടെ ഉണ്ട്, ദാ ഇവിടെ. അതെ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ മര്യാദക്ക് വെറുതെ വിട്ടോ. വേണ്ട വേണ്ട. എന്നാ പിന്നെ വിട്ടേക്കല്ലേ? വേണ്ട.
ചേട്ടാ എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു സ്വന്തം സൈസും കൂടെ നോക്കിയിട്ട് വേണം ജോലി ചെയ്യാനെന്ന്. അതെ ഭായ്, ബണ്ണിയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് തന്റെ അച്ഛൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. ഇവര് സുൽത്താന്റെ ചാരന്മാരാണെന്നാണ് തോന്നുന്നത്. പിടിക്കവരെ, ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സൂക്ഷിക്കണം, ഇവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എന്നെ കുറിച്ച് അറിയില്ല. എന്നാ ശരി, വന്നോളൂ. ചേട്ടാ നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടല്ലോ, വല്ലാത്തൊരു അടിയായി പോയി. എല്ലാരും വേഗം ഓടിക്കോ. എല്ലാവരും പിടിക്ക്. വൗ, നല്ല അഭ്യാസിയാണല്ലോ. ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് സേനാപതിയാണ്. ചേട്ടാ വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക് ചേട്ടാ. അവരെ പിടിക്കേ. വേഗം വാ, നമുക്ക് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ സേനാപതിയുടെ അടുത്ത് എത്തിക്കാം. ഇവരുടെ സേനാധിപതി ആരാണെന്ന് നമുക്കും കൂടി ഒന്ന് കണ്ടു കളയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മുടെ ട്രെയിനിങ് ഇതാ തുടങ്ങാൻ പോവുകയാണ്. 1 2 1 2 3 4. നന്നായിട്ട് തന്നെ ചെയ്യണേ കുട്ടികളെ. അത് കലക്കി. നിങ്ങൾ നന്നായി പരിശീലിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്. സൂക്ഷിച്ചു നോക്കൂ. 5 6 7 8 ഗോ. 1 2 1 2 3 4. അഥവാ രണ്ടുപേരോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ വലത് കാൽ മുന്നോട്ട് വയ്ക്കുക. ദാ നോക്കൂ, എന്നിട്ട് നിങ്ങൾ പഠിക്കൂ. നീ നിന്റെ കാല് വെച്ചിരിക്കുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. അഥവാ 3 പേരോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അവരെ നേരിടേണ്ടത് ഇങ്ങനെയാണ്. 2 ചുവട് പുറകോട്ട് വെച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് ഞെരിഞ്ഞമർന്ന് മുകളിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. 5 6 7 8 go and fight. 1 and 2 1 2 3 4 5 6 7 go. 1 and 2 1 2 3 4. ആ ട്രെയിനിൽ കലക്കി പിള്ളേരെ. നമ്മുടെ ആൾക്കാർ ബന്ധുക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അങ്ങയുടെ ഇടതുവശത്തായിട്ടാണ്. അതിനെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വലതല്ല, ഇടതുവശത്ത്.
ഓ അപ്പൊ ഇവരാണല്ലേ ഈ സുൽത്താന്റെ ചാരന്മാർ. അപ്പൊ പറ. അല്ല, സുൽത്താൻ ഇപ്പൊ ബാർബർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ടാ മുടിയൊക്കെ വെട്ടുന്നത്. ചാരം വരുന്ന പരിപാടിയൊക്കെ സുൽത്താൻ പണ്ട് നിർത്തിയതാണ്. ഇപ്പൊ ആകെ ബാർബർ ഷോപ്പ് മാത്രം നടത്തുന്നുള്ളൂ. നീ കണ്ടോ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി, ഇവമാർ സുൽത്താന്റെ ചാരന്മാര് തന്നെ. പിടിച്ചു കെട്ടവരെ. പറഞ്ഞോട്ടെ. സുൽത്താനും ഞങ്ങളുടെ അടുത്ത് ചാരന്മാരെ വിടാൻ മാത്രം ധൈര്യം ഉണ്ടായോ? വേഗം കൊണ്ടുപോയവന്മാരെ. ചേട്ടാ, ഈ മങ്ങണി നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. നീ എന്നെ മങ്കിനീന്ന് വിളിച്ചല്ലേ? കൊച്ചലിയ, ഇവരെ മങ്കിടിന്ന് വിളിച്ചതേ വളരെ അബദ്ധമായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാ ഹണി ബുദ്ധിപരമായ ഒരു കാര്യം പറയുന്നത്. സംശയമുണ്ടോ? കൊള്ളാലോ ചേട്ടാ. മങ്ങണി എന്നല്ലാതെ പിന്നെ രുക്മിണി എന്ന് വിളിക്കാൻ പറ്റോ? മങ്കിടിന്ന് വിളിക്കുമല്ലേ? ഇവന്മാർക്ക് പച്ച വെള്ളം പോലും കൊടുക്കരുത്. കൺട്രോൾ. ദിസ് ഈസ് ടു മച്ച്. ഐ നീഡ് സം ഫ്രഷ് എയർ. ആ ശത്രുവായ കബീലയ്ക്ക് തീർച്ചയായും മനസ്സിലാകും ആ സുൽത്താനുമായി കൂടിച്ചേർന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലുള്ള ഫലം എന്താണെന്ന്. ചേട്ടാ, കുട്ടി, വേഗം വാ. എന്റെ ഭായ്, ഇതെന്താ ജയിലാണോ ഇല്ല മോളെ സെയിലാണോ? മര്യാദ ജയിൽ പോലും ചെയ്യാറില്ല മരികെ. പക്ഷെ ഇവരെന്തിനാണ് നമ്മളെ ഇങ്ങനെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്? നമ്മള് സുൽത്താന്റെ ചാരന്മാരാണെന്നാ യൗമാര് വിചാരിച്ചിരിക്കുന്നേ. അല്ല, ഈ സുൽത്താൻ ആരാ? ബാർബറാണ്. എന്തോ? ചേട്ടാ, ഇവൻ നമ്മുടെ നാട്ടിലുള്ള ബാർബർ സുൽത്താനെയാണ് പറയുന്നത്. സുൽത്താൻ എന്നുള്ളത് അവന്റെ കടയുടെ പേരടാ മണ്ട. സംശയമുണ്ടോ? അതെ, പക്ഷെ സുൽത്താൻ ആരാണ്? അതെ, സുൽത്താൻ ആയാലും സൽമാൻ ആയാലും നമുക്കെന്താ പ്രശ്നം? മുള കൊണ്ടുള്ള ജയിലല്ലേ, പൊളിച്ചിട്ട് രക്ഷപ്പെടാം. ചേട്ടാ, പൊളിക്ക്. നിങ്ങൾ എന്തായാലും പുറത്തു വന്നില്ലേ? ഇനി നമുക്ക് പഴയതുപോലെ അകത്തേക്ക് പോകാം. ചേട്ടാ, എന്തിനാ ചേട്ടാ റിവേഴ്സ് ഗിയർ ഇട്ടത്? പോകേണ്ട വഴി നോക്കിയായിരുന്നു ഞാൻ. ക്ലിയർ ആണ്. നിങ്ങൾ ആദ്യം പോയിക്കോ, പിന്നെ ഞാൻ വരാം. ആദ്യം ഞാൻ പോകാം. എന്താ സംഭവിച്ചതാ? ഇമോഷണൽ ആയതാ. ആദ്യം എന്റെ ബ്രോ ഹണി പോകട്ടെ. അയ്യോ സേനാപതി, അവർ നമ്മളെ ആക്രമിക്കാൻ വരികയാ. നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാ? വേഗം പുറത്തേക്ക് വാ. എന്റെ ഭായ്, പുറത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, ഇവിടെ എങ്ങും ആരും ഇല്ല. അത് ശരി. അപ്പൊ പുറത്ത് ആരുമില്ല അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് എവിടെ പോയി? അവരെവിടെയാണെന്ന് വെച്ചാ പൊക്കോട്ടെ. നിന്റെ അമ്മാവനും അമ്മായിയും ഒന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോകാനായിട്ട്. ഓടിക്കോ, രക്ഷപ്പെട്ടോ. സംശയമുണ്ടോ? എന്റെ അമ്മോ, അവർ മറ്റുള്ളവരെ അടിക്കുകയാണ്. കൊച്ചലിയ, നമ്മൾ ഇവരെ സഹായിക്കാതെ പോവരുത്. എടാ തലതിരിച്ച ഹണി, നമ്മൾ ഇവരെ സഹായിക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ട പിന്നെ നമ്മളെ ആരാ സഹായിക്കാൻ വരിക? ഇവരെ ഇങ്ങനെ ഒരു ആപത്ത് സമയത്ത് തനിച്ചാക്കി പോരുതെന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. സംശയമുണ്ടോ? എടാ ഹരിചന്ദ്ര, അവരുടെ കയ്യിൽ നിന്ന് 8ന്റെ പണി കിട്ടിയിട്ടും പഠിച്ചില്ലല്ലേ? രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുമ്പോ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നോക്ക്. എന്റെ ഭായ്, അവരെ സഹായിക്കാതെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ചേട്ടാ, ഞാൻ ചേട്ടന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ പെൺകുട്ടികളെ നീയൊക്കെ കൂടി അറ്റാക്ക് ചെയ്യുമല്ലേ? ഇതാ പിടിച്ചോ, ഞാൻ നിന്നെയൊക്കെ കൂടി ഹിറ്റ് ചെയ്തു. ഇവരുടെ സേനാപതിയെ വേഗം പിടിക്കുക. ഒന്ന് പോടാ
അതിനെ കൊണ്ടൊരു കോഴിയെ പോലും പിടിക്കാൻ പറ്റില്ല. പിന്നെയല്ലേ നീ എന്നെ പിടിക്കുന്നത്? ശരിയാക്കി തരാം. ആക്രമിക്കൂ. എന്നെ മോങ്കിനിന്ന് വിളിച്ചല്ലടാ. നിങ്ങൾ ഇങ്ങോട്ട് പോ, നിങ്ങൾ അങ്ങോട്ട് പോ. 5, 6, 7, go. ഇടിപ്പിണ്ടാതെ ചോര വരുമ്പോൾ കണ്ണു തള്ളും. എന്റെ പിള്ളേരെ ആക്രമിക്കൂ. അതെ, ഇന്ന് ഇടിച്ച് നിന്നെ ഞാൻ കുഴിയാനയാക്കി മാറ്റും. 1, 2, 3, 4 ചാടി കെട്ടി വരമ്പിൽ വെട്ടി ചവിട്ടി. ഇതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളതെന്നാ എനിക്ക് തോന്നുന്നു. സംശയമുണ്ടോ? ഇനി ഈ മങ്കിണിയെ ഞാൻ ഒരു കാരണവശാലും പറഞ്ഞു വിടില്ല. സേനാധിപതി ലെഫ്റ്റിന്ന് അടിക്കേ. ലെഫ്റ്റ് ഇതാ പിടിച്ചോ. നീയായിട്ട് എന്നെ കൊണ്ട് എന്റെ കുട്ടികളെ തന്നെ തല്ലിച്ചു. അതെ, ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ്. ഈ മരമണ്ടിക്ക് ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാന്ന് പോലും അറിയില്ല. ഞങ്ങൾ നിങ്ങൾ അവരെ നോക്കിയോ? ആരാ വരുന്നത്? അവരിടി കൊണ്ടിട്ട് ഓടി പോവല്ലേ? അയ്യോ, ദാ നോക്ക്, അവനിപ്പോ അവന്റെ കൂട്ടുകാർ തന്നെയാണ് ഇടിക്കുന്നത്. നമ്മുടെ തലവനും അവരുടെ കൂടെ കൂടി ഓടിക്കോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാനാവില്ല. കണ്ണിന് പകരം എന്താ കോഴിമുട്ടയാണ് വെച്ചിരിക്കുന്നത്? ദാ കണ്ണ് തുറന്ന് നോക്ക്, ഞങ്ങൾ നിന്നെ പിടിച്ചിരിക്കുകയാണ്. മിക്കവാറും രണ്ട് മരങ്ങളും പിഴുതെടുത്ത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി നമ്മളെ ഓടിച്ചിട്ട് തല്ലെന്നാ തോന്നുന്നത്. അയ്യോ, ഈ മരത്തിന് നല്ല ശക്തിയാണ്. ഇതിനെ ആനയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ സുൽത്താന്റെ ചാരന്മാരല്ലെന്ന് എനിക്കിപ്പോൾ ശരിക്കും വിശ്വാസമായി. അപ്പൊ പിന്നെ ഞങ്ങക്ക് പോവാലോ അല്ലേ? ചേട്ടാ, ഇതിപ്പോ ഇരട്ടിപ്പണിയായോ? നമ്മൾ സഹായിച്ചതല്ലേ, വീണ്ടും കൊണ്ട് ജയിലിടോ ഇവര്? അയ്യോ അല്ല, ഞങ്ങൾ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ പോയാൽ മതി. കേൾക്കൂ കുട്ടികളെ, ഇവനെ കൊണ്ടുപോയി വേഗം ജയിലിലടയ്ക്കൂ. വേഗം കൊണ്ടുപോയി ജയിലിട്ടോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് മങ്കിണിയുടെ മുഖം കാണാൻ ഒട്ടും താല്പര്യമില്ല. നീ എന്നെ വീണ്ടും മങ്കിണിന്ന് വിളിച്ചല്ലടാ. ഇവന് കഴിക്കാൻ വേണ്ടി വെറും പഴം മാത്രം കൊടുത്താ മതി, അതും ദിവസം ഒരെണ്ണം മാത്രം. ഇനി ഇവൻ ഇവിടുന്ന് വെറും കുരങ്ങനായിട്ട് മാത്രം പോയാ മതി. വേഗം അകത്തേക്ക് പോ.
വശത്തു കൂടി ഞങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഇതാ ഞങ്ങളുടെ ജയിലും നശിപ്പിച്ചല്ലേ. ഇനി അത് മലയാളത്തിൽ പറഞ്ഞേ. കുറ്റം ആരോപിക്കരുത്. നിങ്ങൾ സുൽത്താന്റെ കൂടെ ചേർന്ന് എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ്. ഓ, നീ കള്ളം പറയുകയാണ്. നീയാണ് ഇവിടെ നിന്ന് സുൽത്താനുമായി ചേർന്ന് ഞങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയത്. 2, 3, 4 വലത് മാറി ഇടത് ചവിട്ടും. ലെഫ്റ്റിലിരിക്കും, റൈറ്റിലടിക്കും. മോന്ത ചളുക്കും, കണ്ണു ചുവക്കും. പിന്നെ ഞാൻ ഇന്ന് അലക്കി വിരിക്കും. അലക്കും വിരിക്കും, വിരിക്കും അലക്കും. അലക്കും വിരിക്കും, വിരിക്കും അലക്കും. 5, 6, 7 go. 5, 6, 7 go. 5, 6, 7 go. ഒന്ന് നിർത്ത്. കാട്ടുഭാഷയിൽ പറയാതെ മലയാളത്തിൽ പറ. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആ സുൽത്താന്റെ കൂടെ ചേർന്ന് രാജകുമാരനായ എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ്. ഇല്ല, ഇവ പറയുന്നത് കള്ളമാണ്. ഇവന് സുൽത്താനും കൂടെ ചേർന്നാണ് ഞങ്ങളുടെ രാജകുമാരി ഷബാബെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇത് കള്ളമാണ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇനിയാണ് നീ എന്റെ താണ്ഡവം കാണാൻ പോകുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ കാട്ടുമാക്കാനേ. 1, 2, 3, 4, 5, 6, 7, 8. എന്റെ ഡാൻസിംഗ് ക്യൂവിനെ ഒന്ന് നിർത്ത്. എന്തോ ഒരു കുഴപ്പമുണ്ട്. സംശയമുണ്ടോ? നിങ്ങളുടെ രാജ്യത്തെ രാജകുമാരനെയും നിങ്ങളുടെ രാജ്യത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണോ? അപ്പോ നിങ്ങളല്ല ഇത് ചെയ്തിരിക്കുന്നേ? അല്ല. അത് ശരി. അപ്പോ ഇത് സുൽത്താന്റെ പണിയായിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പുകളെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ആ സുൽത്താൻ ഒപ്പിച്ചു വെച്ചതായിരിക്കും. ശരിയായിരിക്കും. സുൽത്താൻ ഇവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കുവാണ്. അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിലിനകത്താക്കും. അങ്ങനെ വർഷങ്ങളോളം ജയിലിനകത്ത് കിടക്കുമ്പോ മുടിയൊക്കെ നന്നായിട്ട് വളരുമല്ലേ? ആ മുടിയോട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാമല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇടാ, നീ വിചാരിക്കുന്ന ബാർബർ സുൽത്താൻ അല്ല. ആ സുൽത്താൻ അത്ര നല്ലവനല്ല. അതെ, അയാൾ കാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ശല്യപ്പെടുത്താറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സുൽത്താൻ ആരാണ്? ഞാനൊരു ദുഷ്ടനാണെന്നാണ് പ്രജകളെല്ലാം തന്നെ പറയുന്നത്. അഥവാ ഒരു തുള്ളിയെങ്കിലും താഴെ വീണാൽ നിന്നെ കഠിനമായി ശിക്ഷിക്കും. പക്ഷെ ഞാൻ എന്ത് ശിക്ഷയാ കൊടുക്കുക? അടിയന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. സുൽത്താൻ ഞാനാണ്. അതുകൊണ്ട് ഉപായവും എനിക്ക് തന്നെയാണ് തോന്നേണ്ടത്. അങ്ങയുടെ തലയിൽ തോന്നിയ ബുദ്ധി അബദ്ധത്തിൽ എന്റെ തലയിൽ തോന്നിയതാണ് ഹുസൂർ. ശരി, ഞാൻ പറഞ്ഞോ. അഥവാ ഒരു തുള്ളി തേനെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ ഇവന്റെ തല തേനീച്ചക്കൂടിനകത്ത് കയറ്റുന്നതായിരിക്കും. കലക്കി. ആയിരിക്കുമല്ലോ. മന്ത്രിയുടെ മനസ്സിൽ തോന്നിയതാണെങ്കിലും ബുദ്ധി എന്റേതാണല്ലോ. മന്ത്രി, ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ എന്റെ മനസ്സിൽ തോന്നാത്തത്? അതിന് തലച്ചോറെന്ന് പറഞ്ഞ സാധനം വേണം ഹുസൂർ. എന്താ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ തലച്ചോറ് എല്ലാവർക്കും ഉണ്ട് ഹുസൂർ. താങ്കൾക്ക് തലച്ചോറിനോടൊപ്പം ദൈവം നല്ല ബുദ്ധിയും തന്നിട്ടുണ്ടല്ലോ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ചതി, ഇത് വലിയ ചതിയാണ്. രണ്ടുപേരുടെ തല തേനീച്ച കൂട്ടകത്തിടൂ. വേഗമാകട്ടെ. വേണ്ട ഹുസൂർ, എന്റെ കൽപ്പനയും ധിക്കരിക്കുന്നുവോ? മന്ത്രിയുടെ തലയും തേനീച്ച കൂട്ടകത്താക്കൂ. വേഗം, വേഗമാകട്ടെ, വേഗം. അല്ല ഹുസൂർ, ഹുസൂറിന്റെ തലയിൽ തോന്നിയിരിക്കുന്ന ബുദ്ധി എന്റെ മനസ്സിലും തോന്നിയിരിക്കുകയാണല്ലോ. എന്റെ ബുദ്ധി എന്താ എന്റെ മനസ്സിൽ മാത്രം തോന്നാത്തത് മന്ത്രി? ഓ, അതിന് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ അത് തോന്നൂ. എന്താ പറഞ്ഞത്? അത് പിന്നെ ബഹുമാനപ്പെട്ട ഹുസൂർ, അങ്ങയുടെ തലയിൽ അല്ലേലും ഭരണത്തിന്റെ ഭാരമുള്ളതല്ലേ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചിന്തകൾക്ക് എവിടെയാണ് സ്ഥാനമുള്ളത്?
ആ പറഞ്ഞതും വളരെ ശരിയാണ്. പറഞ്ഞോളൂ. ഹുസൂർ, അങ്ങയുടെ ബുദ്ധി വെച്ച് ഇവർ ഒരിക്കലും തടവിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ ഹുസൂറിന്റെ ബുദ്ധി കൊണ്ട് ഇവരുടെ രാജ്യക്കാർ നമ്മൾ പറയുന്നത് കേൾക്കും. അങ്ങയുടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിലെ എല്ലാ ആദിവാസി സംഘങ്ങളുടെ രാജകുമാരിയെയും രാജകുമാരന്മാരെയും നമുക്ക് തടവിലാക്കാൻ കഴിയും. അങ്ങനെ അവരെല്ലാരും അങ്ങയുടെ കാൽക്കീഴിൽ വരും. നല്ലൊരു പദ്ധതിയാണ്, അത് നല്ലൊരു ബുദ്ധിയാണ് ഹുസൂർ. അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം അതെന്റെ ബുദ്ധിയാണല്ലോ. പടയാളികളെ, ഇവർ രണ്ടുപേരെ പിടിച്ചോണ്ട് പോ. ഇവരിനി പുറം ലോകം കാണരുത്. കേൾക്കൂ മന്ത്രി, എന്റെ തലയിലും നിന്റെ തലയിലും തോന്നിയ ആ ബുദ്ധി വളരെ ഗംഭീരം തന്നെയാണ്. അപ്പോ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ബാക്കിയുള്ള കബീലവാസികളുടെ രാജകുമാരനെ രാജകുമാരിയും തട്ടിക്കൊണ്ടുവന്ന് ഉടൻ തന്നെ തടവിലാക്കൂ. അങ്ങനെ ആവട്ടെ ഹുസൂർ, പക്ഷേ ഇതിന് നമുക്ക് 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ചിലവാകും. അത് ഖജനാവിന്റെ അടുത്തോളൂ. ഇനി എല്ലായിടത്തും നമുക്ക് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ. അതെല്ലാരും മനസ്സിലാക്കണം. എന്റെ പേരാണ് സുൽത്താൻ. അവർക്ക് മുന്നിൽ ഞാനാണ് അധിപൻ. കബാബ, നമ്മുടെ കബീല സംഘങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെ ശബാബ, ഇത് സുൽത്താന്റെ ചതിയാണെന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല. നമുക്കവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം. വരൂ, നമുക്ക് പോയി അറിയിക്കാം. കബാബ, എടോ മര്യാദ കടപ്പിരിക്കാൻ നോക്കടാ. എടാ കള്ള തെമ്മാടി, രാജകുമാരനോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഇവനാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? നമ്മളിപ്പോ ഇവിടെ തടവുകാരാണ് കബാബ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശബാബ? അപ്പച്ചാ, ഇവൻ നമ്മൾ കൊടുക്കുന്ന സന്ദേശം കൊണ്ടുപോകും. ഈ സന്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ അവർ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ എത്തും. ഇങ്ങനെ എല്ലാ പഴവും കഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പട്ടിണിയായി പോയില്ലേ? സംശയമുണ്ടോ? പട്ടിണിയാവും. കാരണം ഈ മങ്ങണി ഒരുപാട് പഴം കഴിക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും കുമാരി പോയ വിഷമത്തിലിരിക്കാണ്. എന്നെ കളിയാക്കിയാലുണ്ടല്ലോ ഞാൻ ചവിട്ടിക്കൂട്ടി കൊക്കയിലേക്ക് എറിയും. നീ എത്ര കിടന്ന് കാറിയാലും മങ്ങണി തന്നെയല്ലേ, അതിനൊരു മാറ്റമില്ലല്ലോ. സർദാറെ, ഇവരെ ഇടയ്ക്ക് മങ്കടി എന്ന് വിളിച്ച് കളിയാക്കല്ലേ. അതെ, അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ അവരെ ആനയെന്ന് വിളിച്ചാൽ ചിലപ്പോ ഹാപ്പി ആവും. പക്ഷെ ആനക്ക് തുമ്പിക്കൈയല്ലേ ചേട്ടാ? എടാ പണ്ട, നിനക്കിപ്പോ എന്തിനാ തുമ്പിക്കൈ? തേങ്ങ പൊളിക്കാനാണോ? ആ ദേ അപ്പച്ചൻ വരുന്നു. അയ്യോ, ഇവിടെയുള്ള സിസ്റ്റം ഒന്നും അത്ര ശരിയല്ലല്ലോ. മങ്കിണിയുടെ അപ്പച്ചനപ്പി പരുന്താണോ? അവന്റെ പേര് അപ്പച്ചനെന്നാണ്. രാജകുമാരിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണവൻ. എന്നെ ഭായ്, അടുത്ത കൂട്ടുകാർക്ക് വേണ്ടി അകന്നിക്ക് ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുദ്ദേശിച്ചത് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ആ പരന്ത് രാജകുമാരിയുടെ പെറ്റാണ്. അവന്റെ നഖത്തിന്റെ ഇടയിൽ എന്തോ ഉണ്ട്.
ഞാനും കബാബും സുൽത്താന്റെ തടവറയിലുണ്ട്. കൊച്ചളിയ നീ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇതാ ഇവിടെ നിൽക്കുമല്ലേ? എടാ കഴുത രാജകുമാരിയും രാജകുമാരനും സുൽത്താന്റെ തടവറയിലുണ്ടെന്ന് കുമാരി ഇതാ ലെറ്റർ അയച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടില്ലേ? പ്രോബ്ലം സോൾവ്ഡ്. നിങ്ങളുടെ കുട്ടികൾ ആ സുൽത്താന്റെ തടവറയിലുണ്ട്. ചെന്ന് രക്ഷിച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവുക. അയ്യോ പറ്റില്ല. സുൽത്താന്റെ പടയാളികളോട് ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും പൊരുതാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അവരെ മോചിപ്പിച്ച് കൊണ്ടുവരാം. ചേട്ടാ, ഈ ബണി കഴിഞ്ഞ ജന്മം നമ്മുടെ ശത്രു വല്ലതും ആയിരുന്നോ? ഈ ജന്മത്തിനും പക വീട്ടുവാണെന്ന് തോന്നുന്നു. എടാ ബണ്ണി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കാം. നന്ദി തോത്താറാം. നാളെ രാവിലെ നമ്മളെല്ലാവരും സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് പോകും. ഒരു മിനിറ്റ്, എന്റെ ആൾക്കാർ ഇവരുടെ കൂടെ പോകില്ല. ഇവരോട് ഒരു വശത്തുള്ളവർ അടിക്കാൻ പറഞ്ഞാൽ മറുവശത്തുള്ളവർ അടിക്കുന്ന ടീം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ അടിക്കുന്നെങ്കിലുണ്ട്. ഇയാള് പോയി കഴിഞ്ഞാൽ അടി കൊടുക്കുന്നതിന് പകരം കൊണ്ടിട്ടാ വരുന്നത്. എന്നിട്ട് സ്വന്തം ആൾക്കാരുടെ ദേഹത്ത് തന്നെ വന്ന് വീഴും. ശരി ശരി, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട, മാറി നിന്ന് അടിച്ചാ മതി. പക്ഷേ സ്വന്തം സൈനികരെ കൂടെ കൂട്ടാൻ മറക്കണ്ട. അതുപോലെ എല്ലാം തയ്യാറായിക്കോ. എല്ലാ കാര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്. ഏയ്, തനിക്ക് കണ്ണു കണ്ടൂടെ? ഞങ്ങൾ അകത്ത് പോയി രാജകുമാരിയെ രാജകുമാരനെ അന്വേഷിക്കാം. നിങ്ങൾ പുറത്ത് സൈനികരെ നോക്കണം. ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിനെന്താ ഞങ്ങൾ ഇവിടെ പഴുതിന്നെ വന്നിരിക്കണോ? ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം നീ നിന്നെ തന്നെ സൂക്ഷിക്കാൻ നോക്ക്. വെറുതെ എന്നെ ചൂടാക്കരുത്, അല്ലെങ്കിൽ പിന്നെ തന്നെ സൂക്ഷിക്കാൻ 10 പേരെങ്കിലും വേണ്ടി വരും. ഒന്ന് മതിയാക്ക് നിങ്ങളുടെ ഈ തമ്മിത്തല്ല്. നിങ്ങൾ എന്തിനാണ് വന്നത് അതിൽ ശ്രദ്ധിക്കാൻ നോക്ക്. എല്ലാവരും ഓരോ ഇടങ്ങളിൽ പോയി ഒളിക്കേ. ഓക്കേ, നിന്നോട് റൈറ്റിലേക്കാണ് പോകാൻ പറഞ്ഞത്, ലെഫ്റ്റ് അല്ല. എന്നെ ലെഫ്റ്റും റൈറ്റും പഠിപ്പിക്കണ്ട. എനിക്കറിയാം എങ്ങോട്ടാ പോണ്ടെന്ന്. നമുക്ക് കൊട്ടാരത്തിനകത്തെത്താൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകും. അത് വെറുതെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം തിരിക്കുന്നു. ആരുടെങ്കിലും ഒന്ന് ചോദിച്ചാ പോരെ? നോക്കിയേ, ഒരു കഴുതയുടെ പുറത്ത് വേറൊരു കഴുത ഇരിക്കുന്നു. സംശയമുണ്ടോ? ഹണി, നമ്മൾ കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ഇതിനൊക്കെ പ്രത്യേകിച്ച് വഴി എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഈ കൊട്ടാരം ചുറ്റിക്കാണാൻ ആഗ്രഹമുണ്ടെന്ന് അങ്ങ് തുറന്ന് പറഞ്ഞ പോരെ? കഴിഞ്ഞില്ലേ കാര്യം? എടാ അവിടെ നിൽക്കുന്ന പടയാളികൾ നീ കണ്ടില്ലേ? അവർ നമ്മൾ അകത്തേക്ക് വിടില്ല. അന്ന് ഇവര് നിന്റെ മാമന്മാരാണെങ്കിലേ ഇവരോട് പറയേ, മാമന്മാരെ ഞങ്ങൾ അകത്തേക്കൊന്ന് കയറ്റി വിടുന്നേ. ചേട്ടാ, എന്റെ അച്ഛൻ പറയുമായിരുന്നു ബുദ്ധി വേണ്ടടുത്ത് ഉപയോഗിക്കാവൂന്ന്. ഈ ഹണിയോട് സംസാരിച്ച് വെറുതെ എന്തിനാ നമ്മുടെ തല ചൂടാക്കുന്നത്? നീ മോഷ്ടിക്കുമല്ലേ? ഇവനെ പിടിച്ചു കെട്ടി സുൽത്താന്റെ മുമ്പിൽ ഹാജരാക്കണം. കൂട്ടുകാരെ, കൊട്ടാരത്തിൽ കയറാനുള്ള ഐഡിയ കിട്ടി. ഈ കഴുത നമ്മളെ കൊട്ടാരത്തിനുള്ളിൽ കൊണ്ടുപോകും. ഞാനെങ്ങനെ കൊണ്ടുപോകുന്നേ? എന്റെ ഹണി നീയല്ല, നീ ഇരിക്കുന്ന കഴുത. ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? മാറാൻ. എന്റെ കച്ചവടം മൊത്തം നശിപ്പിച്ചു. എന്റെ കാശുതാ. കഴുതയാണ് തട്ടിയിട്ടത്. കഴുതയോട് ചോദിക്ക്. കൊച്ചളിയ, എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. എടാ ബുദ്ധി കൊണ്ടല്ല, രൂപമുള്ള കഴുതയോടാ അവൻ പറഞ്ഞതാ. എന്റെ കാശ് തരാനാ പറഞ്ഞത്. തൊട്ടുപോകരുത് ഞങ്ങൾ. സോറി കൂട്ടുകാരാ, ഞങ്ങളോട് ക്ഷമിക്കാം. വേറെ വഴിയില്ലാത്തോണ്ടാ. എടോ, എന്താ ഇവിടെ? കുസൂർ, ഇവരെന്റെ കച്ചവടം മൊത്തത്തിൽ നശിപ്പിച്ചു. എന്നിട്ട് അതിന്റെ കാശ് പോലും തരുന്നില്ല കുസൂർ. കാശ് തരില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്. അത് ശരി, ഇവനെ പിടിച്ച് കൊട്ടാരത്തിൽ സുൽത്താന്റെ മുമ്പിൽ ഹാജരാക്ക. നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോക്കോളൂ, പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. അത് ശരി, ഇവന്റെ കൂട്ടുകാരെ വേഗം പിടിച്ചു കെട്ട്. ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്.
കൊച്ചളിയ ഈ പടയാളികളെ എന്നെക്കാളും വലിയ കഴുതയാണെന്നാ തോന്നുന്നേ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇവന്മാർക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. അതായത് നീ ഈ കൊട്ടാരത്തിൽ കയറാൻ പ്ലാൻ ഉണ്ടാക്കിയെന്ന് ഇവന്മാർക്ക് മനസ്സിലായില്ല. ചേട്ടാ, ഇവനപ്പൊ ശരിക്കും തലച്ചോറില്ലേ? ഇവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്ക്. ആക്രമിക്കൂ! കുറച്ചുപേർ ഇവിടെ നിൽക്കേ, ബാക്കിയുള്ള രാജകുമാരൻ രാജകുമാരിയെ അന്വേഷിക്കാം. പിടിക്കവനെ. കൂടുതൽ സൈനികർ വരുന്നതിന് മുമ്പ് അകത്തേക്ക് പോകാം. ഇത്രയും വലിയ കൊട്ടാരത്തിൽ എവിടെ നിന്നാണ് അന്വേഷിക്കുക? രാജകുമാരാ, രാജകുമാരി, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ആ? കിട്ടിയോ? ഇല്ല. നിനക്കോ? ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല. ഈ അന്തപുരം വളരെ വലുതാണ്. ഈ കൊട്ടാരത്തിൽ ചുറ്റിക്കറങ്ങാനല്ല പറഞ്ഞത്, രാജകുമാരനെ രാജകുമാരിയെ അന്വേഷിക്കാനാണ്. എന്റെ അമ്മച്ചി, എടാ മരം മടന്ന കിറ്റ് ജോർദാർ അത് തന്നെ പറഞ്ഞത്. ഈ കൊട്ടാരം വളരെ വലുതാണ്, അന്വേഷിച്ച് കണ്ടെത്താൻ സമയമെടുക്കും. നമുക്കിനി നീന്താം, നീന്തി പോകാം. കല്ല് പോലത്തെ വെള്ളോ. അയ്യോ അമ്മച്ചി. എടാ, ഇത് കല്ല് തന്നെയാണ്. പക്ഷേ വെള്ളത്തിന്റെ ഡിസൈൻ ഉള്ളതാണ്. എന്റെ ബായ്, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ തടവറ എവിടെയാന്ന് അന്വേഷിക്കുക. ആ, അതായിരിക്കുന്നു രാജകുമാരനും രാജകുമാരിയും. ഇത് ചില്ലുകൊണ്ടുള്ള ചുമരാണ്. പുറത്തു വരൂ, കൊട്ടാരത്തിന് പുറത്ത് നിങ്ങളുടെ സൈനികർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മന്ത്രി, ഞാൻ ആലോചിക്കുന്നത് ഈ കൊട്ടാരത്തിന് മുകളിൽ വേറൊരു കൊട്ടാരം പണിഞ്ഞാലോ എന്നാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മന്ദബുദ്ധിയാണല്ലോ. എന്താ പറഞ്ഞത്? അത് പിന്നെ മന്ദൻ ബുദ്ധിയാണല്ലോ. എന്റെ തലയിൽ ഹുസൂറിന്റെ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട്. ഓ, അത് ശരി. വീണ്ടും വരുന്നോ? എന്ത് ചെയ്യാനാണ് ഹുസൂർ? ഞാനും അങ്ങയുടേതാണ്, എന്റെ തലച്ചോറും അങ്ങയുടേതാണ്. അപ്പൊ മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ആ പറഞ്ഞത് ശരിയാണ്. പറയൂ, എന്താണ് ആ ബുദ്ധി? പറയൂ. ഹുസൂർ, അങ്ങ് ആ മലയുടെ മുകളിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കണം. എന്നിട്ട് ആ കൊട്ടാരം എനിക്ക് തരണം. ഹുസൂർ ഇവിടെ സന്തോഷമായി ഭരിച്ചോളൂ. എന്നിട്ട് ചാടിക്കളിക്കാം, ഓടിക്കളിക്കാം. ആ, അത് ശരിയാണ്. എനിക്കിവിടെ ചാടിക്കളിക്കാം, ഓടിക്കളിക്കാം, ഓടിക്കളിക്കാം. ഓടുകയാണ്, ഓടുകയാണ്. അല്ല, ഹുസൂർ ഇപ്പൊ നിൽക്കുവാണ്. ഓടുകയാണ്, ഓടുകയാണ്. പടയാളികളെ, പടയാളികളെ.
അങ്ങോട്ട് പോകാം. രാജകുമാരൻ രക്ഷപ്പെടുകയാണ്. എടാ നീ ഇതെങ്ങോട്ടേ പോകുന്നേ? ഇത് ഷോർട്ട് കട്ടാണ്. തല കുടിക്കേ. ഇപ്പഴെനിക്ക് മനസ്സിലായത് നീ എന്നെ പോലെ വലിയൊരു ഇന്റലിജന്റ് ആണ്. ഞാൻ കഴുതയാ, അല്ലാതെ നിന്നെ പോലൊരു മണ്ടനല്ല. വാവ്, എന്നെ പോലെ ഡയലോഗ് അടിക്കാൻ അറിയാലോ നിനക്ക്. സർദാർ സേനാപതി. മന്ത്രി, ഞാൻ ആദ്യം വന്ന പടയാളികളോടൊപ്പം ഞാൻ ആദ്യം വന്നവരോട് ഏറ്റുമുട്ടാം. ബാക്കി സേനയോടൊപ്പം താൻ രണ്ടാമത് വന്ന കബീലയോട് ഏറ്റുമുട്ട. എന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. വീണ്ടും വന്നോ? ഈ ബുദ്ധി അങ്ങയുടേതാണ്, പക്ഷേ എന്റെ തലയിൽ വന്നേ ഉള്ളൂ. നീ പറയുന്നത് കേട്ടിട്ട് എന്റെ തലയിൽ ഒരു ബുദ്ധി വരുന്നുണ്ട്. അതായത് എനിക്കുള്ള ബുദ്ധി മുഴുവൻ നിന്റെ തലയിലാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് എനിക്ക് നിന്റെ തലമട്ട പൊട്ടിച്ച് ആ തലച്ചോറെടുത്ത് എന്റെ തലയിൽ വെച്ചുകൂടെ എന്ന്. ആ ബുദ്ധി എങ്ങനെയുണ്ട്? എല്ലാവരും മിണ്ടാതിരിക്കെ. അതാ അവർ രക്ഷപ്പെട്ടു പോയി. വേഗം ആക്രമിക്കാൻ നോക്ക്. എടാ തടിമാടൻ പോത്തെ അടി വാങ്ങിക്കാനല്ല അടി കൊടുക്കാനാ പറഞ്ഞത്. എനിക്കറിയാം, വലിയ ആൾക്കാർ എന്റെ കൂടെ നിന്നില്ല. നീ നിന്റെ ജോലി നോക്ക്. 5 6 7 go 5 6 7 go 1 and 2 and 1 2 3 4 5 6 7 go 1 2 3. എന്റെ പൊന്നു മൈക്കിൾ ജാക്സൺ, ഈ ഡാൻസ് ഒക്കെ പിന്നീടാവാം. പോയി യുദ്ധം ചെയ്യ്. സംശയമുണ്ടോ? ഇതാ പീരങ്കിയല്ലേ? ചേട്ടാ, ഈ ഫൈറ്റ് എനിക്ക് ചേരുമെന്ന് തോന്നുന്നില്ല. ശരി എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഇവരോടൊപ്പം പോകോ കളിക്ക. അയ്യോ സൂക്ഷിച്ച്, അതൊരു ആന്റിക് ഐറ്റമാണ്. ചേ പൊട്ടിപ്പോകും. മന്ത്രി, എന്താ ചെയ്യുക? നിന്റെ തലയ്ക്കകത്ത് എന്റെ ബുദ്ധി എന്തെങ്കിലും വരുന്നുണ്ടോ? എന്റെ തലയിൽ എന്റെ ബുദ്ധി മാത്രമാണ് വരുന്നത്. ഇവിടെ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. ഞാൻ സുൽത്താനാണ്, ഈ രാജ്യത്തിന്റെ അധിപൻ. നീ ഓടിക്കാണിക്ക്, ഓടിക്കാണിക്ക്. എന്നതാ കണ്ടോ? ഇനി മുതൽ ഈ കൊട്ടാരവും ഈ രാജ്യവും നിങ്ങളുടേതാണ്. വേഗം ഈ സുൽത്താനെ പിടിച്ചു കെട്ടു വന്നിട്ട് തുറക്കിടയ്ക്കോ. ഇപ്പൊ നിന്റെ തലയ്ക്കകത്ത് എന്റെ ബുദ്ധിയൊന്നും വരുന്നില്ലേ മന്ത്രി? ഇപ്പോൾ അത് എന്റെ ബുദ്ധിയാണ്, പക്ഷെ തന്റെ മണ്ടത്തരങ്ങൾ കാരണം ഞാനും കുടുങ്ങിയിരിക്കുകയാണ്. താനിപ്പോ എന്താ പറഞ്ഞത്? താൻ എന്താ പറഞ്ഞത്? താൻ കേട്ടത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് അങ്ങോട്ട് നടക്ക്, ഇല്ലെങ്കിൽ ഇവര് സുൽത്താനൊന്നും നോക്കില്ല, സൂചി ഞാൻ കുത്തി കയറ്റും. അതെ, നന്ദിയുണ്ട്. നിങ്ങൾ എല്ലാരും കാരണം ആ സുൽത്താന്റെ തടവറയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് 1 2. കണ്ടില്ലേ, ആരും ചെണ്ട കൊണ്ടില്ല. എന്നിട്ട് ഇവര് കിടന്ന് തുള്ളുക. ശ്രദ്ധിച്ച് കേട്ടോ, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടേത് മാത്രം. ഞങ്ങളുടെ രാജ്യം. ഞങ്ങളുടെ രാജ്യമാണോ?
നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടും കൂടി കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാട്ടിൽ നല്ലത്. പിന്നെ ഒരു അഭിപ്രായമുണ്ട്, ഈ രാജകുമാരിയും രാജകുമാരനും ഇവിടെ ഒന്നിച്ച് ഭരിക്കണം. സേനാധിപതി സർദാർ, നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം. നിങ്ങൾ ഇനി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിക്കില്ല എന്ന്. ഇല്ല. തല്ലു പിടിക്കില്ലെന്ന് വാക്ക് കൊടുത്തു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു. പറയൂ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ വണ്ടി വേണം, എങ്കിലേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ചേട്ടാ, ഈ മരമണ്ടൻ ആദ്യമായിട്ടാണ് ബുദ്ധി ഉപയോഗിച്ച ഒരു കാര്യം പറയുന്നത്. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുകയാണ്. വേഗം ഓടിക്കേ കുരങ്ങുകളെ, വേഗം ഓടിക്കേ. എന്താ പറഞ്ഞത്? കൊരങ്ങെന്നോ? നിങ്ങളല്ല, ഞാൻ ആ കുരങ്ങന്മാരോട് പറഞ്ഞതാ. അടുത്ത തവണ നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ മറക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും. അടുത്ത പ്രാവശ്യം അഥവാ ഞങ്ങൾ ഇതുവഴി ടൂർ വരികയാണെങ്കിൽ, മാത്രമല്ല കിറ്റ് ഇനിയും വഴി തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും. ബൈ ബൈ.